ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നാടകം അവസാനിപ്പിച്ച മഹിയെയും കൂട്ടി വന്ന് വിഷു ദിവസം ഗംഭീര ഷോക്ക് തന്നെയാണ് കണ്ണൻ കരുണയ്ക്കും ദുർഗയ്ക്കും നൽകുന്നത്. തുടർന്ന് IVF ട്രീറ്റ്മെൻറ്റിലൂടെ ഇയാളുടെ വയറ്റിൽ കുഞ്ഞു വളരുന്നുണ്ടെന്നും അത് എൻ്റെ തന്നെ ചോരയാണെന്നും കണ്ണൻ തുറന്നടിക്കുന്നതോടെ കരുണയുടെ സമനില തെറ്റുകയും അവൾ അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ടതെല്ലാം സ്വപ്നമാണെന്ന് കരുതുന്ന കരുണയോട് നാളെ ഇയാളുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ആണായാലും പെണ്ണായാലും അതിൻ്റെ പേരിനൊപ്പം എൻ്റെ പേരായിരിക്കും എന്നുകൂടി കണ്ണൻ പറയുന്നതോടെ പൊട്ടിക്കരഞ്ഞു പോവുകയാണ് കരുണ. ശേഷം എൻ്റെ മനസ്സിലെ സംശയങ്ങളൊക്കെ പലതവണ നിങ്ങളെല്ലാവരോടും പറഞ്ഞപ്പോൾ എന്നെ ബുദ്ധിയില്ലാത്തവനെന്നും ഡിറ്റക്റ്റീവ് എന്നെല്ലാം വിളിച്ച് നിങ്ങൾ കളിയാക്കി. ഇനി വിഷസദ്യ വിളമ്പാനുള്ള ഇല വെട്ടണോ തല വെട്ടണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ പറയുന്നുണ്ട് ഉണ്ണി കരുണയോടും ദുർഗയോടും. പിന്നീട് കണ്ണേട്ടൻ മഹിയെയും കൂട്ടി പോയതിന് ശേഷം അവിടുത്തെ വിവരമൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ലേഖയും അനന്തവും മഞ്ജുവും ഒക്കെ. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എൻ്റെ വീടല്ലേ അത്, എനിക്ക് എവിടേക്ക് പോകാമെന്നും ഞാൻ പോയി വിവരം അറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു പോകുന്നു. കണ്ണൻ സാറിനും മഹാലക്ഷ്മി മേഡത്തിനും വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ മാർക്കോ ഉണ്ണിക്ക് വേണ്ടത് കൊടുത്തോളൂ എന്നും അല്ലെങ്കിൽ തന്നെ മാർക്കോ ഉണ്ണിയെ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണെന്നും അവൻ്റെ കാര്യം അതോടെ തീരുമെന്നും പറയുന്നുണ്ട് സാഗർ. കരുണയ്ക്കാണെങ്കിൽ തൻ്റെ കുഞ്ഞ് സ്വന്തം മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും ക്രൂരബുദ്ധി കാരണം ഇല്ലാതായി. ഇപ്പോൾ തനിക്ക് മുൻപ് ലക്ഷ്മി അമ്മയാകാനായിട്ട് പോകുന്നു. അതെല്ലാം ആലോചിച്ചിട്ട് കരുണയ്ക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആവുന്നുണ്ട്. ഏതായാലും ഉണ്ണിയുടെ മുന്നിൽ ഇത്തവണ എല്ലാ തോൽവിയും സമ്മതിച്ചു പോകുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് കരുണ വിഷുക്കോടിയും ആ നെക്ലസും എല്ലാം കണ്ണൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്നും ഇവൾ ചിലപ്പോൾ IVF ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളൊരിക്കലും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല എന്നെല്ലാം കരുണ പറയുമ്പോൾ നിന്നെയൊന്നും അത് ബോധിപ്പിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. മര്യാദയ്ക്കായിരുന്നെങ്കിൽ നിൻ്റെ കയ്യിലിപ്പോൾ കുഞ്ഞു കണ്ടേനെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ നല്ല മറുപടി തന്നെ കരുണയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുഞ്ഞിനെ ഓർത്ത് വിഷമിക്കുന്ന മഹിയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, വിഷം ഉള്ളിൽ ചെന്നിട്ട് പോലും നമ്മുടെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മഹിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഞ്ജു കമലേശ്വരത്ത് എത്തുന്നതാണ്. അപ്പം മഞ്ജുവിനെ കാണുമ്പോൾ തന്നെ നിനക്കെന്താ ഇവിടെ കാര്യം, നിന്നോട് ഇവിടെ വന്നു പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ അതിന് ഇതെൻ്റെ കണ്ണേട്ടൻ്റെ വീടാണെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവിടേക്ക് വരാമെന്നും പിന്നെ നിങ്ങളെ ആരെയും കാണാനല്ല ഞാൻ എൻ്റെ കണ്ണേട്ടനെയും ഏട്ടത്തെയും കാണാനാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നല്ല മറുപടി മഞ്ജു കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഉണ്ണി പറയുന്നുണ്ട്, എല്ലാവരും ചേർന്ന് നമ്മളെ പറ്റിക്കുകയായിരുന്നു, ഇവളും അവരോടൊപ്പം ചേർന്നു. ഒരു കാര്യം നീ മറക്കണ്ട മഞ്ജു, ഞാനാണ് നിൻ്റെ സ്വന്തം ഏട്ടൻ, ഇത് നിൻ്റെ സ്വന്തം അമ്മയും. അത് മറക്കാതെ നീ അവർക്കും അയാൾക്കും ഒപ്പം സപ്പോർട്ടായിട്ട് നിന്നു കഴിഞ്ഞാൽ നീ തന്നെ അത് അനുഭവിക്കുമെന്ന് ഉണ്ണി പറയുമ്പോൾ അത് ഞാൻ അങ്ങ് സഹിച്ചു എന്നും കണ്ണേട്ടനെയും ഏട്ടത്തെയും വിഷമിപ്പിക്കുന്ന നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ അതിനുള്ള നല്ല തിരിച്ചടി കിട്ടുമെന്നും നിങ്ങളുടെ ഭാര്യയായിട്ടുള്ള ഈ പിശാചുണ്ടല്ലേ ഇവള് തന്നെ നിങ്ങളെ അതിലേക്ക് തള്ളിവിടുമെന്നും മഞ്ജു നല്ല മറുപടി അവർക്ക് 3 പേർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മഞ്ജു മഹിയെയും കണ്ണനെയും കാണാനായിട്ട് മുറിയിലെത്തുന്നു. അപ്പോൾ മഞ്ജുവിനോട് മഹി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ലേഖേച്ചിയുടെ ടെൻഷൻ കാണാൻ കഴിയാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നും പ്രസവം വരെ ഏട്ടത്തിയെ നോക്കാൻ കഴിയാത്തതിൻ്റെ ആ ഒരു വിഷമം ലേഖേച്ചിക്ക് ഉണ്ടെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ എനിക്കതറിയാം മഞ്ജു എന്ന് പറയുന്നുണ്ട് മഹി. തുടർന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധയോടെ തന്നെ ഏട്ടത്തി മുന്നോട്ട് പോകണം. കണ്ണേട്ടൻ്റെ കുഞ്ഞാണ് ഏട്ടത്തിയുടെ വയറ്റിൽ വളരുന്നത് എന്നുള്ള കാര്യം എൻ്റെ അമ്മയുൾപ്പെടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാനും മടിക്കില്ല. അവരെന്നോട് എന്താണ് ചെയ്തതെന്ന് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ നീ വിഷമിക്കേണ്ട മഞ്ജു, എന്താ വേണ്ടതെന്ന് അതിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് കണ്ണനും മഹിയും അമ്മയെ കാണാൻ പോകാനായിട്ട് റെഡിയാവുന്നു. ഒരു കണക്കിന് എല്ലാം നല്ലതിനായി എന്നും തന്നെയും കുഞ്ഞിനെയും പിരിഞ്ഞിരിക്കുന്നതിൻ്റെ വിഷമമുണ്ടായിരുന്നു എന്നും എങ്കിലും എല്ലാം നല്ലതിനു വേണ്ടിയാണല്ലോ എന്ന് കരുതി സഹിക്കുകയായിരുന്നു. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ആ സിദ്ധിയായിട്ടുള്ള അമ്മ അവരുടെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ ചേർത്ത് പിടിക്കുകയാണ് കണ്ണൻ ചെയ്യുന്നത്. ഇതേ സമയം കരുണയും ദുർഗയും ഉണ്ണിയാണെങ്കിൽ അവരിങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളുടെ മുന്നിൽ ഒന്നുമല്ലാതായി, അയാൾ അവളെ ഉപേക്ഷിച്ചു എന്ന് കരുതി എന്തുമാത്രം സന്തോഷിച്ചതാണ്. അപ്പോൾ നമ്മൾ അവളെക്കുറിച്ച് അയാളോട് പറഞ്ഞതിനെല്ലാം അയാൾ ഉള്ളിൽ ചിരിക്കുകയായിരിക്കും ചെയ്തത് എന്നെല്ലാം കരുണ പറയുമ്പോൾ അതേ കരുണേ, ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ അവർക്കെതിരെ നടത്തിയ ഓരോ നീക്കങ്ങളും അയാൾ തന്നെയായിരിക്കും അവരെ കൃത്യസമയത്ത് അറിയിച്ചു കൊണ്ടിരുന്നത്. നിൻ്റെ അമ്മയും അറിഞ്ഞുകൊണ്ടായിരിക്കും അവർ ഈ നാടകം കളിച്ചത് എന്നെല്ലാം
ഉണ്ണി കരുണയോടും ദുർഗയോടെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. ഇതേ സമയം കണ്ണനും മഹിയും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഞങ്ങളെയൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ സമാധാനമായല്ലോ എന്ന് പറയുമ്പോൾ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കണം എല്ലാവരും. അമ്മയും കുഞ്ഞും ഇനി ഇവിടെ തന്നെയായിരിക്കും സ്ഥിരതാമസം. അത് ആർക്കെങ്കിലുമൊക്കെ രസിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഈ വീട്ടിൽ നിന്നും പുറത്തു പോകാം എന്നുള്ള കണ്ണൻ്റെ അന്ത്യശാസനം കേട്ട് കരുണയും ദുർഗയൊക്കെ ശരിക്കും അവർക്കാണെങ്കിൽ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, കൊച്ച് പുറത്ത് ചാടിക്കാൻ നോക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനും ഇയാളും ആയതുകൊണ്ട് മാത്രമാണ് നീയൊക്കെ ഇപ്പോഴും എവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിന്നെയും നിൻ്റെ അമ്മയെയും ഭാര്യയൊക്കെ എന്നെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളിയേനെ. പ്രസവം വരെ ഇവിടെ ഇയാളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും അമ്മയെ കാണാനായിട്ട് പോകുന്നു. അങ്ങനെ കണ്ണനും മഹിയും അമ്മയെ കാണാനായിട്ട് കരുണാലയത്തിലെത്തുന്നു. മഹിയെയും കൂട്ടി വരുന്ന കണ്ണനെ കണ്ട് അവർക്ക് സമനില തെറ്റി പോകുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ കണ്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലാവുന്നുണ്ട് പ്രതാപൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കാഴ്ചയെ അവരെ വല്ലാതെ മാനസികമായിട്ട് തന്നെ തളർത്തി കളയുന്നുണ്ട്. അവിടെ എത്തിയതിന് ശേഷം പ്രതാപനെ തൻ്റെ അച്ഛൻ ഇപ്പോഴും ശല്യം ചെയ്യുന്നുണ്ട് എന്നറിയുന്ന കണ്ണനാണെങ്കിൽ വീണ്ടും മാർക്കോ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ണൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ശേഷം മഹിയുടെ സഹായത്തിനായിട്ട് മോഹിനിയെയും കൂട്ടിക്കൊണ്ട് കണ്ണനും മഹിയും കമലേശ്വരത്ത് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്